ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ സൂപ്രണ്ട് ചുമതലയുള്ള ഡോക്ടറെ നഗരസഭാധ്യക്ഷയുടെ നേതൃത്വത്തിൽ CPM കൗൺസിലർമാർ തടഞ്ഞു. ജോലിക്ക് വൈകിയെത്തി നിശ്ചിത സമയം പൂർത്തിയാകാതെ പോകാനൊരുങ്ങുമ്പോഴായിരുന്നു ആശുപത്രി കവാടത്തിന് മുന്നിൽ തടഞ്ഞത്. അതേസമയം വെള്ളിയാഴ്ച വൈകിയെത്തുന്ന വിവരം മേലധികാരികളെ ധരിപ്പിച്ചിരുന്നു എന്നും 5 മണിക്കൂറാണ് തന്റെ ജോലി സമയമെന്നും സൂപ്രണ്ട് ചുമതലയുള്ള ഡോക്ടർ ഷിജിൻ പാലാടൻ പറഞ്ഞു. CPM നേതൃത്വം നൽകുന്ന നഗരസഭയുടെ അധ്യക്ഷ K. ജാനകി ദേവിയുടെ നേതൃത്വത്തിലായിരുന്നു തടഞ്ഞുവെക്കൽ. സൂപ്രണ്ട് ചുമതലയുള്ള സർജനായ ഡോക്ടർ ഷിജിൻ പാലാടൻ 5 മണിക്കൂർ പോലും ജോലിയിൽ ചെലവഴിക്കാതെ 3 മണിയോടെ തിരിച്ചു പോകാനൊരുങ്ങിയപ്പോഴാണ് തടഞ്ഞതെന്ന് CPM കൗൺസിലർമാരായ ജനപ്രതിനിധികൾ ആരോപിച്ചു. 10 മണിക്ക് ജോലിക്കെത്തേണ്ട ഡോക്ടർ 11:30 മാത്രമാണ് എത്തിയതെന്നും കൗൺസിലർമാർ പറഞ്ഞു. ആരോഗ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഡോക്ടർ സഹകരിക്കുന്നില്ലെന്നും സൂപ്രണ്ട് ചുമതലയുള്ളയാൾ വൈകിട്ട് 5 വരെ ആശുപത്രിയിൽ തുടരണമെന്നുമാണ് ചട്ടമെന്ന് വൈസ് ചെയർമാൻ K. രാജേഷ് പറഞ്ഞു. തുടർന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കുമെന്ന് ഉറപ്പിച്ച ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഗവൺമെന്റ് റൂൾ പ്രകാരമുള്ള വേഷം പറഞ്ഞാൽ സൂപ്രണ്ടായിരുന്ന ഡോക്ടർ സ്ഥലം മാറിയ ശേഷം DMO ഓഫീസിലുള്ള ഒരു ഡോക്ടർക്കാണ് സൂപ്രണ്ടിന്റെ ചുമതല നൽകിയിരുന്നത്. പിന്നീട് ഈ ഡോക്ടർ അവധിയിൽ പോയതോടെയാണ് ഒറ്റപ്പാലത്തെ സർജനായ ഡോക്ടർ ഷിജിന് 2 ദിവസം മുമ്പ് സൂപ്രണ്ട് ചുമതല താൽക്കാലികമായി നൽകിയത്. 5 മണിക്കൂറാണ് തന്റെ ജോലി സമയമെന്നും വെള്ളിയാഴ്ച വൈകിയെത്തിയത് സ്വകാര്യ കാര്യങ്ങളുണ്ടായതുകൊണ്ടാണെന്നും അത് മേലധികാരികളുടെ അനുമതിയോടെയാണെന്നും ഡോക്ടർ ഷിജിൻ പാലാടൻ വ്യക്തമാക്കി. താൻ സൂപ്രണ്ട് പദവിയിലുള്ള ആളല്ലെന്നും സൂപ്രണ്ടിന്റെ ചുമതല ഏറ്റെടുക്കാൻ ആളില്ലാത്തതിനാൽ തന്റെ തലയിൽ ഇട്ടു തന്നതാണെന്നുമാണ് ഡോക്ടർ ഷിജിന്റെ പക്ഷം. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.